കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 42-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവത്തിന്റെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുൻപിൽ ഒരു സാധ്യതയും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ അസാധ്യമായ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ദൈവം സാധ്യമാക്കും എന്ന് വിശ്വസിക്കുക. ദൈവത്തിന്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടു എന്ന് തിരുവചനം പ്രഖ്യാപിക്കുമ്പോൾ, ഇതേ ലോകത്തിനകത്ത് ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണ് നീയും എന്ന് വിശ്വസിക്കണമെങ്കിൽ, കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നും ഉണ്ടാക്കിയ ദൈവം നിനക്കും ആവശ്യമുള്ള കാര്യങ്ങൾ നീ കാണാത്ത വഴികളിലൂടെ നിനക്ക് നൽകും എന്നും നീ വിശ്വസിക്കണം. നിന്റെ ജീവനും ജീവിതവും ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ കൃപയാണ്. അത് നീ സ്വയം നേടിയെടുത്തതല്ല എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ, നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ഇന്ന് നിന്റെ കൂടെ നടക്കും. അതുകൊണ്ട് തിരുവചനം വ്യക്തമാക്കുന്നു, നിങ്ങളുടെ കർത്താവ് ഏതു ദിവസം വരുമെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവായ യേശു ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം. അവിടുത്തെ വചനം ശ്രവിക്കുവാനും ധ്യാനിക്കുവാനും നമുക്കിടയാകട്ടെ. യേശുവിൻ്റെ വചനത്താൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ, നാം അനുഗ്രഹം പ്രാപിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ആകാശത്തിൻ കീഴേ ഭൂമിക്കു മീതെ ആരാധിപ്പാൻ യോഗ്യൻ യേശു മാത്രം. ആകാശത്തിൻ കീഴേ ഭൂമിക്കു മീതെ ആരാധിപ്പാൻ യോഗ്യൻ യേശു മാത്രം. ആമേൻ. തൻ വചനം ഘോഷിച്ചിടാം, തൻ മഹത്വം വർണ്ണിച്ചിടാം. തൻ വരവിൻ നാൾ വരെയും ജീവിക്കാം വിശുദ്ധിയോടെ. തൻ വചനം ഘോഷിച്ചിടാം, തൻ മഹത്വം വർണ്ണിച്ചിടാം. തൻ വരവിൻ നാൾ വരെയും ജീവിക്കാം വിശുദ്ധിയോടെ. നാം ലോകത്തിൻ്റെ പിന്നാലെ പോയപ്പോഴും നമ്മെ തേടിയെത്തി പാപത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച ഒരു ദൈവം കർത്താവായ യേശു മാത്രം. അവിടെ നിന്നും നമ്മെ സ്നേഹിക്കും. കർത്താവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ അവിടുത്തെ സന്നിധിയിൽ കടന്നു ചെല്ലാം. നാം അനുഗ്രഹിക്കപ്പെടുവാനായി അവിടുത്തെ വിളിക്കാം. കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു കൂടെയുണ്ട്. ലോകത്തിൻ പിന്നാലെ ഓടിയപ്പോൾ മോഹങ്ങൾക്കടിമയായി മാറിയപ്പോൾ, ലോകത്തിൻ പിന്നാലെ ഓടിയപ്പോൾ മോഹങ്ങൾക്കടിമയായി മാറിയപ്പോൾ, തേടിയെത്തി എന്നെ വിടുവിച്ചല്ലോ അങ്ങേ മാത്രം ഞാൻ. അങ്ങേ ഞാൻ ആരാധിക്കുന്നു. തേടിയെത്തി എന്നെ വിടുവിച്ചല്ലോ അങ്ങേ മാത്രം ഞാൻ എന്നും ആരാധിച്ചിടും. ആകാശത്തിൻ കീഴേ ഭൂമിക്കു മീതെ ആരാധിപ്പാൻ യോഗ്യൻ യേശു മാത്രം. ആകാശത്തിൻ കീഴേ ഭൂമിക്കു മീതെ ആരാധിപ്പാൻ യോഗ്യൻ യേശു മാത്രം. തൻ വചനം ഘോഷിച്ചിടാം, തൻ മഹത്വം വർണ്ണിച്ചിടാം. തൻ വരവിൻ നാൾ വരെയും ജീവിക്കാം വിശുദ്ധിയോടെ. തൻ വചനം ഘോഷിച്ചിടാം, തൻ മഹത്വം വർണ്ണിച്ചിടാം. തൻ വരവിൻ നാൾ വരെയും ജീവിക്കാം വിശുദ്ധിയോടെ. കർത്താവായ യേശുവേ, എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും കാലുകൾ ഇടറിയപ്പോഴേക്കും അവിടുന്ന് താങ്ങുവാൻ കടന്നു വന്നു. കർത്താവെ, ആരും എന്നെ കർത്താവെ താങ്ങുവാൻ കടന്നു വന്നില്ലെങ്കിലും അവിടുന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളെ താങ്ങുന്ന ഒരു ദൈവം. ഞാൻ അങ്ങേ കർത്താവെ
സ്തുതിക്കുന്നു. അങ്ങിൽ ഞാൻ ആശ്രയിക്കുന്നു. കാലുകൾ ഏകദേശം ഇടറിപ്പോയി, കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. ഓ എൻ്റെ യേശു, കാലുകൾ ഏകദേശം ഇടറിപ്പോയി, കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. തേടിയെത്തി എന്നെ താങ്ങിയല്ലോ, അങ്ങേ മാത്രം ഞാനെന്നും ആമേൻ, ഹല്ലേലൂയ. തേടിയെത്തി എന്നെ താങ്ങിയല്ലോ, അങ്ങേ മാത്രം ഞാനെന്നും ആരാധിച്ചിടും. യേശുവേ, ആകാശത്തിൻ കീഴേ ഭൂമിക്കു മീതെ ആരാധിപ്പാൻ യോഗ്യൻ യേശു മാത്രം. ആകാശത്തിൻ കീഴേ ഭൂമിക്കു മീതെ ആരാധിപ്പാൻ യോഗ്യൻ യേശു മാത്രം. തൻ വചനം ഘോഷിച്ചിടാം, തൻ മഹത്വം വർണ്ണിച്ചിടാം. തൻ വരവിൻ നാൾ വരെയും ജീവിക്കാം യേശുവോടെ. തൻ വചനം ഘോഷിച്ചിടാം, തൻ മഹത്വം വർണ്ണിച്ചിടാം. തൻ വരവിൻ നാൾ വരെയും ജീവിക്കാം വിശുദ്ധിയോടെ. കർത്താവേ, നിന്ദയും പരിഹാസവും ഏറിയപ്പോഴേക്കും, കർത്താവേ, ഒറ്റയ്ക്ക് വിഷമത്തോടെ അലയുമ്പോഴും എന്നെ സഹായിക്കുവാനായി, ആശ്വസിപ്പിക്കുവാനായി അവിടുന്ന് ഓടിയെത്തി. കർത്താവേ, അങ്ങയുടെ നാമത്തെ ഞാൻ ഉയർത്തുന്നു. അങ്ങ് മാത്രമാണ് എൻ്റെ ദൈവം. ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. എന്നെ വഴി നടത്തുന്ന ദൈവം അവിടുന്നാണ്. കർത്താവേ, അങ്ങേക്ക് എന്നും മഹത്വമുണ്ടായിരിക്കട്ടെ. എന്നെ അനുഗ്രഹിക്കുന്ന കർത്താവേ, സ്തോത്രം. പരിഹാസങ്ങൾ ഏറിയപ്പോൾ, ഏകാകിയായി ഞാൻ അലഞ്ഞപ്പോഴും, ഓ എൻ്റെ യേശുവേ, പരിഹാസങ്ങൾ ഏറിയപ്പോൾ, ഏകാകിയായി ഞാൻ അലഞ്ഞപ്പോഴും, ഓടിയെത്തി എന്നെ ആശ്വസിപ്പിച്ച അങ്ങേ മാത്രം ഞാനെന്നും ആരാധിച്ചിടും. യേശുവേ, ഓടിയെത്തി എന്നെ ആശ്വസിപ്പിച്ച അങ്ങേ മാത്രം ഞാനെന്നും ആരാധിച്ചിടും. ആകാശത്തിൻ കീഴേ ഭൂമിക്കു മീതെ ആരാധിപ്പാൻ യോഗ്യൻ യേശു മാത്രം. ആകാശത്തിൻ കീഴേ ഭൂമിക്കു മീതെ ആരാധിപ്പാൻ യോഗ്യൻ യേശു മാത്രം. തൻ വചനം ഘോഷിച്ചിടാം, തൻ മഹത്വം വർണ്ണിച്ചിടാം. തൻ വരവിൻ നാൾ വരെയും ജീവിക്കാം വിശുദ്ധിയോടെ. തൻ വചനം ഘോഷിച്ചിടാം, തൻ മഹത്വം വർണ്ണിച്ചിടാം. തൻ വരവിൻ നാൾ വരെയും ജീവിക്കാം വിശുദ്ധിയോടെ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ ചൈതന്യം കടന്നു വരികയും കർത്താവായ യേശു നിങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിച്ച് ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്നും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.